കർത്താവിൻ്റെ നല്ല വചനത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാകും. ഒരുവൻ്റെ മേൽ വിളിയുണ്ടെങ്കിൽ അവൻ എവിടെ പോയിരുന്നാലും, ഏതവസ്ഥ വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും അവൻ്റെ വിളിയെ ആർക്കും നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല. കർത്താവ് ഒരാളെ വിളിച്ചിരിക്കുന്നത്, കർത്താവ് വിളിച്ചത് കാരണം ഏത് സാഹചര്യം എങ്ങനത്തെ ആണെങ്കിലും ആ വിളി പുറത്തു വരും. വിളിയുടെ ശക്തി അത്ര വലുതാ. കർത്താവ് തിരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്ന ഒരു വിളി ആയതുകൊണ്ട് ആ വിളി ഭയങ്കര ശക്തിയുള്ളതാ. എവിടെ പോയി ഒളിച്ചിരുന്നാലും, ഏത് പ്രതിസന്ധിയോ കാറ്റോ കോളോ എന്ത് വന്നാലും ആ വിളി വ്യക്തിയെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പൗലോസ് അപ്പോസ്തലനെ നോക്കുമ്പം അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 23 ക്കകത്ത് വരുമ്പോൾ ഈ പൗലോസ് ഒരു കൗൺസിലിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക. അവിടെ കൗൺസിലിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിയുമ്പോൾ അവിടെ പൗലോസ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. അവിടെ സംസാരിച്ച് കഴിയുമ്പം ദൈവം ചെയ്യുന്ന ഒരു ഭയങ്കര അത്ഭുതമുണ്ട്. ആ സദുക്യരും ഫരിശ്യരും തമ്മിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാകുക. എന്നിട്ട് പൗലോസിനെ പോളിനെ ഡിഫെൻഡ് ചെയ്തിട്ട് ആൾക്കാർ എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് അവർ പറയുക, ഞങ്ങളൊന്നും തെറ്റ് കാണുന്നില്ല ഇവനിൽ, ഇവൻ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് ഒന്നും തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. പറയുന്ന ഓരോ കാര്യങ്ങളും പറയുന്നത് ശരിയാ എന്ന് പറഞ്ഞ് പോളിനെ ഡിഫെൻഡ് ചെയ്യുക, പോളിനെ കൂട്ടുനിൽക്കുക. എന്നിട്ട് അവിടെ ഒരു കമാൻഡർ, സോൾജേഴ്സിൻ്റെ കമാൻഡർ പോലും സോൾജേഴ്സിനെ പറഞ്ഞു വിട്ട് പൗലോസിനെ അവരുടെ വായിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, വാക്യം ആക്ട്സ് ചാപ്റ്റർ 23 വേഴ്സ് നമ്പർ 10, അപ്പോസ്തല പ്രവൃത്തി 23:10. As the conflict grew more violent, the commander was afraid they would tear Paul apart. So he ordered the soldiers to go and rescue him by force and take him back to the fortress. കണ്ടോ, അവിടെ ആ അടി മൂർച്ഛിച്ചപ്പം കമാൻഡറിന് പേടിയുണ്ടായി, പോളിനെ അവരെല്ലാവരും കൂടെ ചേർന്ന് വലിച്ചു കീറുമെന്ന്. കമാൻഡർ പോലും യേശുവിശ്വാസി അല്ല. പക്ഷേ പൗലോസ് പറയുന്ന യേശുവിനെ കുറിച്ച് ഈ കമാൻഡറിൻ്റെ അകത്ത് ഒരു വിശ്വാസമുണ്ടായി, ഒരു ധൈര്യമുണ്ടായി, ഒരു ഭയമുണ്ടായി, ഒരു ബഹുമാനമുണ്ടായി. അതിലെന്ത് ചെയ്തു? പൗലോസിനെ പിച്ചു കീറുമെന്ന് പറഞ്ഞ് സോൾജേഴ്സിനെ പറഞ്ഞു വിട്ടു, പട്ടാളക്കാരെ പറഞ്ഞു വിട്ടു പൗലോസിനെ രക്ഷപ്പെടുത്തുവാൻ. കണ്ട, ദൈവം ഒരുവൻ്റെ മേൽ വിളിയുണ്ടെങ്കിൽ ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കും, സഹായമായിട്ട്, കരുതാൻ വേണ്ടി, സുരക്ഷിതത്തിന് വേണ്ടി. അങ്ങനെ പൗലോസിന് വേണ്ടി എഴുന്നേൽപ്പിച്ചതാ കമാൻഡറിനെ ദൈവം അവിടെ. റോമൻ കമാൻഡറിനെ പൗലോസിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക. എന്നിട്ട് അന്ന് രാത്രിയിൽ ദൈവം പൗലോസിന് ഇടപെടുക. എന്നിട്ട് പറയുക, ബി എൻകറേജ്ഡ്. 11-ാം വാക്യം, ഇതൊന്ന് ചിന്തിക്കേണ്ട ഒരു വാക്യം. അപ്പോസ്തല പ്രവൃത്തി 23:11, ആക്ട്സ് ചാപ്റ്റർ 23 വേഴ്സ് 11. That night the Lord appeared to Paul and said, Be encouraged, Paul. Just as you have been a witness to me here in Jerusalem, you must preach the good news in Rome as well. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിലും സാക്ഷിയായിരിക്കുന്നതുപോലെ റോമിലും സാക്ഷിയായിരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്പം ദൈവം പൗലോസിനെ ഒരു ദൗത്യം ഏൽപ്പിക്കുക, ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുക. എന്താ പറഞ്ഞത്? പൗലോസിൻ്റെ ധൈര്യം ദൈവം കണ്ടു. പൗലോസ് ധൈര്യവാനാണെന്ന് ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പൗലോസിനെ അങ്ങനെ ഒരു വിളിയിൽ വിളിച്ചിറക്കിയത്. പൗലോസ് അന്ന് പകൽക്കാലം അവിടെ ധൈര്യത്തോടെ കൗൺസിലിൻ്റെ മുമ്പിൽ ചെന്ന് സംസാരിച്ചപ്പം ദൈവത്തിന് നല്ല ഉറപ്പ്
വിളിച്ച ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉറപ്പുണ്ടെന്നേ. നമുക്ക് പലപ്പോഴും നമ്മളെക്കുറിച്ച് ഉറപ്പില്ലാത്തത്. ദൈവം നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനറിയാം നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നമ്മളത് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് നമ്മളെ ഓരോന്ന് ഏൽപ്പിക്കുന്നത് കർത്താവിന് നമ്മളെക്കുറിച്ച് ബോധ്യമായി. ഇന്നൊന്ന് പറഞ്ഞേ, എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് നല്ല ബോധ്യമുണ്ടെന്ന് പറഞ്ഞേ. ഹീ ഈസ് കൺവിൻസ്ഡ് അബൌട്ട് മീ. ഗാഡ് ഈസ് കൺവിൻസ്ഡ് അബൌട്ട് മീ. ഹീ ഈസ് കോൺഫിഡൻറ്റ് അബൌട്ട് മീ. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉറപ്പും ധൈര്യവുമുണ്ട്. നമ്മൾക്ക് ഉറപ്പും ധൈര്യവും ഇല്ല. കർത്താവ് നമ്മളോട് പറയും ഇനിയൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ കർത്താവിനറിയാം നമ്മളത് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും മനുഷ്യരോർക്കും, അയ്യോ എനിക്ക് കഴിവുണ്ടോ കർത്താവേ, എനിക്കത് ചെയ്യാൻ ധൈര്യമുണ്ടോ, എന്നെക്കൊണ്ട് അത് സാധിക്കുമോ? എന്നിട്ട് ദൈവം വിളിച്ച വിളിയൊക്കെ ഒതുക്കി പാത്ത് അവിടെ മടക്കി വെച്ചിട്ട് ഇരിക്കും. പക്ഷെ പൗലോസിനെ നോക്കിക്കേ, പൗലോസിനെ ദൈവം വിളിച്ചിട്ട് പറയും, നിന്നെ ഞാൻ ജാതികൾക്ക് പ്രകാശമാക്കിയാ നിന്നെ ഞാൻ ഇറക്കി വിടുന്നത്. പൗലോസിന് ആ വിളിക്ക് അനുസരിച്ചിറങ്ങാൻ പൗലോസിനും ധൈര്യമുണ്ടായിരുന്നു. പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ പൗലോസിനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പൗലോസിന് മുമ്പിൽ നോക്കിയാലോ മേളിൽ നോക്കിയാലോ ഒന്നും പൗലോസിന് പേടിയില്ല. വിളിച്ചവൻ കർത്താവായതുകൊണ്ട് ധൈര്യത്തോടെ ഇറങ്ങുന്നത്. അന്ന് പകൽക്കാലം പൗലോസിൻ്റെ ആ ധൈര്യം കണ്ടിട്ട് ദൈവം അവിടെ പൗലോസിനെ അടുത്ത ഒരു കാര്യം കൂടെ ഏൽപ്പിക്കുക. 11-ാം വാക്യത്തിനകത്ത് പൗലോസിനോട് ദൈവം പറയുക, പൗലോസേ നീ ധൈര്യമായിട്ടിരിക്കുക, ബി എൻകറേജ്ഡ്, നീ ധൈര്യമായിട്ടിരിക്കുക. നീ എങ്ങനെ എനിക്ക് വേണ്ടി നീ സാക്ഷിയായി നിന്നോ അതേപോലെ തന്നെ നീ റോമിൽ പോകണം. യേശു കർത്താവ് ശിഷ്യന്മാരെ അനുഗ്രഹിച്ചപ്പം അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കുക. നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ യെരൂശലേമിലും ശമരിയായിലും നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങളെ ഞാൻ പറഞ്ഞു വിടാം. അല്ലേ? നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങളൊന്ന് ചെയ്യുക. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പം ചെറിയൊരു കാര്യമായിരിക്കും, അതുപോലും ധൈര്യമില്ലാതെ ഇരിക്കുന്ന അനേകരുണ്ട്. സ്തോത്രം. പക്ഷെ വിളിച്ചവൻ കർത്താവായതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ചെറിയ കാര്യം ഒന്ന് വിശ്വസ്തയോടെ ചെയ്യുക. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് ചെയ്ത് കഴിയുമ്പം കർത്താവ് നമ്മളെ എടുത്ത് പ്രയോജനപ്പെടുത്തുന്നത് കാണുമ്പം നമ്മൾ തന്നെ അതിശയിച്ചു പോകും. ഹല്ലേലൂയ. അപ്പം പൗലോസിനെ ഏൽപ്പിച്ച കാര്യം പൗലോസ് വിശ്വസ്തയോടെ ചെയ്തപ്പം ദൈവം പറഞ്ഞു, നീ പോയി റോമിലും പോയി നീ സുവിശേഷം എത്തിക്കണം. ഈ റോമിൽ പോയി സുവിശേഷം എത്തിക്കണമെന്ന് കേട്ടപ്പം പൗലോസിൻ്റെ അകത്ത് തീ കത്തി. ഹല്ലേലൂയ. പൗലോസിന് മനസ്സിലായി ദൈവം എന്നെ അടുത്ത തലത്തിലോട്ട് കയറ്റുവാണെന്ന്. ഹല്ലേലൂയ. അടങ്ങിയിരുന്നില്ല പൗലോസ്. എന്നാൽ എല്ലാ കാര്യങ്ങളും വരട്ടെ, എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം, അങ്ങനെയൊന്നുമില്ല. ജയിലിലായിരുന്ന പൗലോസ് അടുത്ത സ്റ്റെപ്പ് എടുത്തു റോമിലെത്താൻ വേണ്ടി. നമ്മൾ ഈ തിരുവചനം നമ്മൾ മുന്നോട്ട് വായിച്ച് പോകുമ്പോൾ അല്ലേ നമ്മൾ കാണുന്നുണ്ട്, 24-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 24-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിനകത്ത് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, എനിക്ക് സീസറിൻ്റെ അടുക്കൽ ചെന്ന് എനിക്ക് അപേക്ഷിക്കണം. കണ്ടോ? എന്നുവെച്ചാൽ പൗലോസ് അപ്പോസ്തലനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. 23:11 ദൈവം പറഞ്ഞു, പൗലോസെ ഞാൻ നിന്നെ ജാതികളുടെ ഇടയിലേക്ക് ഞാൻ അയക്കുക, ഞാൻ നിന്നെ റോമിലേക്ക് അയക്കുക. പൗലോസ് ജയിലിൽ കിടക്കുക. അപ്പം പുറത്തിറങ്ങി പോകാൻ രക്ഷപ്പെടാൻ ഒരു അവസരം ഉണ്ടായിട്ട് പോലും പൗലോസ് എന്താ പറഞ്ഞേ, എനിക്ക് സീസറിനെ കാണണം, ഞാൻ കൈസറിനോട് ഞാൻ ഇനി അപേക്ഷിക്കാൻ പോകാം, അപ്പീൽ ടു സീസർ. അല്ലേ? പൗലോസ് ചിന്തിച്ചില്ല, ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങട്ടെ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ പിന്നെ റോമിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചില്ല. ദൈവം ചെയ്യുന്ന പ്രവൃത്തി നോക്ക്. പൗലോസ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചു വേണം റോമിലെത്താൻ. ദൈവം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ എന്താ അവിടെ നടന്നത്? ആ ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ
പൗലോസ് ഫ്രീ ആയിട്ട് റോമിലെത്തി. നമ്മൾ കാണുന്ന റോമിലേക്ക് എത്താൻ പോകുന്ന വഴിയിൽ ഭയങ്കര പ്രതിസന്ധി ഉണ്ടാകുക. 27-ാം അധ്യായത്തിനകത്ത് വലിയ കാറ്റും കോളും വലിയ പ്രതികൂലമൊക്കെ സംഭവിക്കുക. ഹല്ലേലൂയ. അതിനകത്തെ കപ്പലിനകത്ത് ഉണ്ടായിരുന്ന കമാൻഡറും എല്ലാവരും അവർ സോൾജേഴ്സും ഒക്കെ എങ്ങനെയെങ്കിലും ഈ ആൾക്കാരെയും കൊന്നൊതുക്കിയിട്ട് അവർക്ക് രക്ഷപ്പെടാം എന്നുള്ള പറഞ്ഞ് ഇരിക്കുമായിരുന്നു. നമ്മൾ 27-ാം അധ്യായം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് കാറ്റുകൾ വന്നടിച്ചു കയറുക. തെക്കൻ കാറ്റും വടക്കൻ കാറ്റും എല്ലാവിധ കാറ്റും ഭയങ്കര. തിരുവചനം അവിടെ പറയുന്നു 27-ാം അധ്യായം 9-ാം വാക്യത്തിനകത്ത് പറയുന്നു അവർ ഒരുപാട് സമയം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ദ വെദർ വാസ് ബിക്കമിങ് ഡേഞ്ചറസ്. കണ്ടോ, കാറ്റും കോളും ഒന്നും അവർക്ക് അനുകൂലമല്ലായിരുന്നു. എല്ലാം അവർക്ക് പ്രതികൂലമായിരുന്നു. അവർക്ക് ഒരു പ്രകാരവും മുന്നോട്ട് പോകാൻ പറ്റുന്ന വണ്ണമേ അല്ലായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവരെ എങ്ങനെയെങ്കിലും നടുക്കടലിലെത്തിക്കഴിഞ്ഞപ്പം തിരുവചനം അതിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിക്കുക. 13-നകത്ത് ചെറിയ ഒരു കാറ്റ്, 14-ാം വാക്യത്തിനകത്ത് വലിയൊരു കൊടുങ്കാറ്റ്. 13, 14, 15 വാക്യങ്ങളൊന്ന് വായിച്ചു കേൾക്കാം. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ തെക്കൻ കാറ്റ് മെല്ലെ ഊതി. ഇറ്റ് വാസ് എ ലൈറ്റ് വിൻഡ്. താല്പര്യം സാധിച്ചു എന്ന് തോന്നി. എന്നിട്ട് 14-ാം വാക്യം. പക്ഷേ കാലാവസ്ഥ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കണ്ടോ, ഈശാനമൂലൻ എന്ന് പറഞ്ഞ കൊടുങ്കാറ്റ്, ദ വിൻഡ് ഓഫ് എ ടൈഫൂൺ സ്ട്രെങ്ത്. അല്ല, കാലാവസ്ഥ മൊത്തം അങ്ങ് മാറി. അവരിറങ്ങിയതുപോലെ അല്ല, എല്ലാം പെട്ടെന്ന് പ്രതിസന്ധി ഉണ്ടായി. എന്നിട്ട് കപ്പൽ കാറ്റിനെതിരായി മുമ്പോട്ട് പോകുവാൻ കഴിയാതെയായി. അതിനാൽ കാറ്റിന് വിധേയപ്പെട്ട് ഒഴുകിപ്പോയി. ആമേൻ. 15-ാം വാക്യം. 15. അപ്പോൾ the sailors couldn't turn the ship into the wind, so they gave up and let it run before the gale. അപ്പം വലിയ കാറ്റും കൊടുങ്കാറ്റും വലിയ പ്രതിസന്ധിയും ഒക്കെ അവരുടെ നടുവിൽ അവർ അനുഭവപ്പെട്ടു. റോമിലേക്ക് പോകുക പൗലോസ് അപ്പോസ്തലൻ, ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ റോമിലേക്ക് പോകുക. ഒരു കപ്പലിനകത്ത് എല്ലാ കുറ്റവാളികളെയും കൂടെ കയറ്റിയിട്ടിട്ട് കപ്പൽ റോമിലേക്ക് പോകുക. പൗലോസ് അതിനകത്തുള്ളത് കാരണം ഭയങ്കര കാറ്റും കോളും പ്രതിസന്ധിയും. പൗലോസിന് ചിന്തിക്കാമായിരുന്നു, അവിടെ പോകണ്ട, ലക്ഷണങ്ങളൊന്നും കണ്ടിട്ട് ശരിയല്ല. പക്ഷേ ലക്ഷണം നോക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിട്ടില്ല. അല്ലെ, കർത്താവിനെ കേൾക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ആ തിരുവചനം നമ്മളോട് ഉറപ്പോടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിന് ഏക്കത്തില്ല. സ്തോത്രം. യേശുവിൽ വന്ന ഒരു വ്യക്തിക്ക് ആഭിചാരം ഇല്ല, ലക്ഷണങ്ങളില്ല, ശകുനം നോട്ടം ഇല്ല. ഹല്ലേലൂയ. അയ്യോ, ഇങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഗ്ലാസ് പൊട്ടി, ഇനി ആ വഴിയിലോട്ട് ഞാൻ പോകുന്നില്ല. ഇല്ല, അങ്ങനെയില്ല. സ്തോത്രം. വിളിച്ചവൻ കർത്താവ, വാഗ്ദത്തം ഏൽപ്പിച്ചത് കർത്താവ. ഹല്ലേലൂയ. റോമിലോട്ടാ പൗലോസ് അപ്പോസ്തലൻ പോകുന്നത്. പൗലോസിനൊരു കാര്യം അറിയാമായിരുന്നു, റോമിൽ പോയി സുവിശേഷം പറയാൻ പറഞ്ഞ ദൈവം കൂടെയുണ്ട് എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഭയങ്കര പ്രതിസന്ധി. 18-ാം വാക്യത്തിനകത്ത്, അപ്പോസ്തല പ്രവൃത്തി 27-18 വരുമ്പം കാറ്റും കോളും പിന്നെയും ശക്തമാകുക. പക്ഷേ പൗലോസ് 25-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 27-25 അപ്പോസ്തലൻ പറയുക, അവിടെ ഉള്ള ആ ഷിപ്പിനകത്തുള്ള ആൾക്കാരോട് പറയുക, നിങ്ങൾ ധൈര്യപ്പെടുവൻ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവത്തിനെ വിശ്വസിക്കുന്നു, ദൈവം പറഞ്ഞതുപോലെ മാത്രമേ നടക്കത്തുള്ളൂ. So take courage, for I believe God, it will be just as he said. ഒന്ന് പറഞ്ഞേ, ദൈവം പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ധൈര്യമായിട്ട് പറയണം, ദൈവം പറഞ്ഞതുപോലെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതിനപ്പുറം വേറെ ഒന്നും നടക്കത്തില്ല. വലിയ കാറ്റും കോളും പിന്നെയും അടിച്ച് തിരുവചനം ഇവിടെ പറയുന്നു. ഹല്ലേലൂയ. ഇവർ ഭക്ഷണം കഴിച്ചിട്ട് 2 ആഴ്ചയായി.
അതിൻ്റെ 34 വാക്യം 33-34 വാക്യങ്ങൾക്കകത്ത് വരുമ്പം പൗലോസ് അപ്പോസ്തലൻ പറയുക, ഹല്ലേലൂയ, ആ ജനത്തിനോട് അതിനകത്തുണ്ടായിരുന്ന കപ്പലിനകത്ത് 276 പേരുണ്ടായിരുന്നു. 276 ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു. 37 വാക്യത്തിനകത്ത് പറയുമ്പം അവിടെ പറയാം അതിനകത്ത് 276 ആൾക്കാരുണ്ടായിരുന്നു. അവരോട് പൗലോസ് അപ്പോസ്തലൻ പറയാം, നിങ്ങൾ 2 ആഴ്ചയായില്ലേ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട്? പേടി വന്നാൽ ആഹാരം വേണ്ടാന്ന് പറയും, ഭയപ്പാട് തട്ടിയാൽ ആൾക്കാർ പറയും, ടെൻഷൻ കയറിയാൽ ആൾക്കാർ പറയും ആഹാരം വേണ്ട, വിശപ്പില്ല. അതേ അവസ്ഥയായിരുന്നു. ഇവർ 2 ആഴ്ചയായിട്ട് കപ്പലിലുണ്ടായിരുന്നവർ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അവർ വിശന്നും പട്ടിണിയായിട്ടും ഇരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ അവരുടെ ജീവൻ പോകുന്ന കാര്യമാണ് ആ കപ്പലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൗലോസ് അവരോട് പറയുക, നിങ്ങൾ ഭക്ഷണം കഴിക്ക്. 34 വാക്യത്തിനകത്ത് പറയുക, for not a hair of your heads will perish. നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും നശിച്ചു പോകത്തില്ല. സ്തോത്രം. ഇന്ന് വിളിച്ചു പറയണം, പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്നവർ വിളിച്ചു പറയണം, എൻ്റെ തലയിലെ ഒരു മുടി പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. പൗലോസ് അവരോട് പറയുക, ഇന്നലെ ദൈവം എന്നോട് സംസാരിച്ചു, നിങ്ങൾക്ക് ആർക്കും ഒരു അനർത്ഥം സംഭവിക്കത്തില്ല, നമ്മൾ എത്തേണ്ടടുത്ത് നമ്മൾ എത്തും എന്ന് ഉറപ്പ് കൊടുക്കുക. ഈ ധൈര്യം പൗലോസ് പറഞ്ഞു കഴിഞ്ഞ ഇവരുടെ അകത്തൊന്ന് വിശപ്പുണ്ടായത്. 2 ആഴ്ച കഴിഞ്ഞ ആൾക്കാർ, പട്ടിണിക്കിരുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കുക. എന്നിട്ട് അവിടെ ഒരു സംഭവം, അടുത്ത ദിവസം ഒരു സംഭവം നടക്കുക. ഈ ബോട്ട് ചെന്ന് ഇവരുണ്ടായിരുന്ന കപ്പൽ ചെന്നിട്ട് കല്ലേൽ ഇടിച്ച് എല്ലാം ആ കപ്പൽ കഷ്ണം തുണ്ടമാകുക. നമ്മളിത് വായിക്കുമ്പം നമ്മൾ ഓർക്കും, ഒയ്യോ, ഇനി ഇത്രയും യാത്ര ചെയ്ത് വന്നവർ ഇവരൊക്കെ ചിലപ്പം കല്ലേൽ ഇടിച്ച് നശിച്ചു പോകും, വെള്ളത്തിനകത്ത് മുങ്ങിപ്പോകും. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ നീന്താൻ അറിയാത്ത അനേകരുണ്ടായിരുന്നു. പക്ഷെ ഒരുവൻ്റെ മേൽ വിളിയുണ്ടെങ്കിൽ അവന് കപ്പൽ വേണ്ട, അവന് ബോട്ട് വേണ്ട, അവനൊന്നും വേണ്ട, കപ്പലിൻ്റെ ഒരു തടി കഷ്ണം പോലും വേണ്ട, തടിയുടെ ഒരു ഒടിഞ്ഞ കഷ്ണം മതി, അതിൻ്റെ മേളിൽ കയറിയാണെങ്കിലും അവൻ എത്തേണ്ടടുത്ത് എത്തും. സ്തോത്രം. നമ്മൾ കാണുന്ന അപ്പോസ്തലപ്രവൃത്തി 27 അധ്യായം 44 വാക്യത്തിനകത്ത് പലവരും കപ്പലിൻ്റെ ഒടിഞ്ഞ കഷ്ണത്തിൽ കയറി പിടിച്ച അവർ കരയ്ക്കെത്തിയത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടോ? ബോട്ടൊന്നും വേണ്ടെന്നേ, ബോട്ടിൻ്റെ ഒരു ഒടിഞ്ഞ അംശം മതി, എന്നാലും രക്ഷപ്പെടും. ഹല്ലേലൂയ. വിളിയുള്ളവന് കപ്പലും വേണ്ട, കാറും വേണ്ട, ലോറിയും വേണ്ട, ഒന്നും വേണ്ട. അവൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് മതി. ആ കച്ചിത്തുരുമ്പ് പോലും അവൻ്റെ മേൽ വാഗ്ദത്തം കിടക്കുന്നത് കാരണം കച്ചിത്തുരുമ്പ് പോലും വെള്ളത്തിൽ ഒഴുകും. അതേൽ കയറി അവൻ കിടന്നാലും അവൻ രക്ഷപ്പെട്ട് എത്തേണ്ടടുത്ത് എത്തും. ഹല്ലേലൂയ. കണ്ടു നിൽക്കുന്നവരോർക്കും തീർന്നു, കണ്ടു നിൽക്കുന്നവരോർക്കും ഒയ്യോ ഇതെന്തൊരവസ്ഥയെന്നോർക്കും. പക്ഷെ ഞാൻ പറയട്ടെ, രക്ഷപ്പെടാൻ സംഭവം നടക്കാൻ പോലും സാധ്യതയില്ലാത്തടത്ത് വിളിയുള്ളവനെ ഒതുക്കിക്കളയാൻ പറ്റത്തില്ല. വിളിയുള്ളവനെ വെള്ളം മുക്കത്തില്ല, തീ നശിപ്പിക്കത്തില്ല. വിളിയുള്ളവനെ കാറ്റും കോളും വലിച്ചെറിയത്തില്ല. വിളിയുള്ളവൻ ഒരു പാറക്കഷ്ണം പോലും അവനെ തോപ്പിക്കത്തില്ല. വിളിയുള്ളവൻ ആരുടെയും കളിയാക്കൽ അവനെ നശിപ്പിച്ച് കളയത്തില്ല. ഒരു സാഹചര്യവും അവനെ ഒതുക്കിക്കളയാൻ പറ്റത്തില്ല. വിളിയുള്ളവൻ പ്രതിസന്ധിക്കകത്തുനിന്ന് തലയും ഉയർത്തി പുറത്തു വരും, അവൻ എത്തും. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നു, ഈ ജനം സുരക്ഷിതമായിട്ട് മാൽത്ത എന്ന് പറഞ്ഞ് ദ്വീപിലെത്തി. ഹല്ലേലൂയ. അവിടുന്ന് മാൽത്ത ദ്വീപിൽ നിന്ന്, സ്തോത്രം, 3 മാസം കഴിഞ്ഞ് അപ്പോസ്തലപ്രവൃത്തി 28 അധ്യായം 14 വാക്യത്തിനകത്ത് പൗലോസ് എഴുതുക, ആൻഡ് സോ വി കെയിം ടു റോം. അങ്ങനെ ഞങ്ങൾ റോമിലെത്തി. അപ്പം ദൈവം അപ്പോസ്തലപ്രവൃത്തി 23 അധ്യായം 11 വാക്യത്തിനകത്ത് പൗലോസിനോട് പറഞ്ഞു, പൗലോസേ, നിൻ്റെ ധൈര്യം കണ്ടിട്ട് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, നിന്നെ ഞാൻ റോമിലോട്ട് പറഞ്ഞു വിടുക. അല്ലേ? ആ പറഞ്ഞ വാഗ്ദത്തം, എത്ര പ്രതിസന്ധി നടന്നു, എത്ര പേര് പൗലോസിനെതിരായി വന്നു, എതിർത്തു, കാറ്റും കോളും എല്ലാം, സംഭവങ്ങളെല്ലാം എതിരായിരുന്നു. പക്ഷെ പൗലോസ് അവിടെ സംഭവങ്ങളെ നോക്കിയില്ല, ലക്ഷണങ്ങളെ
നോക്കിയില്ല. മനുഷ്യർ പറഞ്ഞത് നോക്കിയിട്ട് എന്നാൽ ശരി ഞാൻ വീട്ടിൽ കയറിയിരിക്കാൻ സമയമൊന്നും ആയില്ല, കർത്താവ് പറഞ്ഞ സമയമായില്ല എന്ന് പറഞ്ഞിരുന്നില്ല. അങ്ങനെയാ പലവരും വാഗ്ദത്തം മിസ് ചെയ്ത് പോകുന്നേ. ദൈവം ചിലപ്പോൾ ഒരു ദൗത്യം ഏൽപ്പിക്കും. ദൈവം പറയും നിങ്ങൾ ഇന്നടത്ത് പോകണം, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം. പലവരും താടിക്കും കൈ കൊടുത്തിരുന്നിട്ട് പറയും കർത്താവ് ഒന്ന് പറയട്ടെ, ഞാൻ പ്രാർത്ഥനാ മുറി കയറി ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാം, ദൈവം പറയട്ടെ, അത് കേട്ടിട്ട് ഞാൻ ഇറങ്ങാം. ഒരിക്കലും നടക്കത്തില്ലെന്നേ. കർത്താവ് ഒരു കാര്യം പറഞ്ഞെങ്കിൽ കയറി പിടിച്ചിട്ട് അങ്ങ് ഇറങ്ങിക്കോണം. സ്തോത്രം. കണ്ടോ, പൗലോസ് എത്ര സംഭവം നടന്നിട്ടും റോമിലെത്തി. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതുപോലെ റോമിലെത്തി. അതുമാത്രമല്ല 16-ാം വാക്യം പറയുന്നു, ജയിലിൽ കിടന്ന പൗലോസിന് സ്വന്തമായിട്ട് താമസിക്കാൻ ഒരിടവും കൊടുത്തു. ഹല്ലേലൂയ. ഒരു പട്ടാളക്കാരനെ കാവലിനായിട്ടും വെച്ചു. നമ്മൾ ഈ അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം അതിൻ്റെ ഒടുവിൽ വായിക്കുമ്പോൾ പെട്ടെന്ന് അബ്രപ്റ്റായിട്ട് ഈ അപ്പോസ്തലപ്രവൃത്തി അങ്ങ് നിൽക്കുന്നത്. അവിടെ ഒന്നും നിങ്ങൾക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നെന്നോ ഒന്നും അവിടെ എന്തുവാ സംഭവിക്കുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പൗലോസ് കൈസറിനെ കണ്ടോ, എത്ര നാൾ ജീവിച്ചിരുന്നു എന്നൊന്നും പറയുന്നില്ല. 30-ാം വാക്യം പറയുന്നു, അടുത്ത 2 വർഷക്കാലം പൗലോസ് റോമിൽ തൻ്റെ സ്വന്തം ചെലവിൽ അവിടെ ജീവിച്ചു വന്നു, സുവിശേഷം എത്തിച്ചു എന്നൊക്കെ. എന്നിട്ട് ആരും പൗലോസിനെ നിർത്തിയില്ല, തടഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കണ്ടോ ദൈവത്തിൻ്റെ വാഗ്ദത്തം. ആ അപ്പോസ്തലപ്രവൃത്തി അവസാനിക്കുന്ന അങ്ങനെയാണ്. ആരും പൗലോസിനെ എതിർത്തില്ല, നിർത്തിയില്ല. പൗലോസിനോട് പറഞ്ഞില്ല നീ മിണ്ടിപ്പോയേക്കല്ലേ, ഇവിടെ സുവിശേഷം പറഞ്ഞേക്കല്ലേ എന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ. തുടരുക. സ്തോത്രം. പൗലോസിന് എന്ത് സംഭവിച്ചു എന്നും അവിടെ അപ്പോസ്തലപ്രവൃത്തി പറയുന്നില്ല. പക്ഷേ ദൈവം അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്, പൗലോസിനെ ആരും തടഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പുതിയ നിയമ വിശ്വാസിയായ നമ്മളെയും ആരും തടയത്തില്ല. സ്തോത്രം. ദൈവം നമ്മളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ, അത് സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ, ആരും നമ്മളെ തടയത്തില്ല. കർത്താവിൽ നിന്നൊരു വാഗ്ദത്തം കേട്ടെങ്കിൽ ഹല്ലേലൂയ അതിനകത്ത് ചാടിക്കേറി ഓടി മുന്നോട്ട് പൊക്കോണം. ആർക്കും നമ്മളെ തടയാൻ പറ്റത്തില്ല. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ മേൽ വാഗ്ദത്തമുള്ളത് കാരണം, എൻ്റെ മേൽ ദൈവവിളിയുള്ളത് കാരണം ഒരു സാഹചര്യത്തിനും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മളെ ഒതുങ്ങിപ്പോകുന്നേ. നമ്മളെ പലയിടത്തും ചെന്ന് തലയിട്ടിട്ട് നമ്മളെ തന്നെ ഒതുക്കാൻ നമ്മൾ ശ്രമിക്കുന്നേ. ഞാൻ ഉറപ്പോടെ പറയട്ടെ, വിളിയുള്ളവന് കപ്പൽ വേണ്ട, വിളിയുള്ളവന് ഒന്നും വേണ്ട. അവനൊരു കഷ്ണം തുണ്ടത്തിൻ്റെ മേളിലാണെങ്കിലും കയറിക്കിടന്ന് അവൻ എത്തേണ്ടിടത്തെത്തും. വിളിയാണ് അവനെ പുറത്തിറക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ മേൽ കിടക്കുന്ന വിളി വലുതാ. ഈ വിളി ഒരു സാഹചര്യത്തിനും എന്നെ ഒതുക്കിക്കളയാൻ പറ്റത്തില്ല. പ്രതിസന്ധി വന്നേക്കാം, കാറ്റും കോളും വന്നേക്കാം, പല അനർത്ഥങ്ങളും നടന്നേക്കാം. പക്ഷേ ഇതൊന്നും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, എൻ്റെ വിളിയെ ഒതുക്കാൻ പറ്റത്തില്ല. ഇന്ന് ആ ധൈര്യമുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സാഹചര്യത്തിനും എൻ്റെ വിളിയെ നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ എഴുന്നേറ്റ് ഞാൻ പുറത്തിറങ്ങും, ഞാൻ പ്രകാശിക്കും, എൻ്റെ വെളിച്ചം അനേകർ കാണും. ഹല്ലേലൂയ. ഞാൻ കേട്ട വാഗ്ദത്തത്തിൻ്റെ മേൽ ഞാൻ ഇന്ന് തൊട്ട് ഞാൻ പ്രവർത്തിക്കാം. ഈ വർഷം അവസാനിക്കാൻ ഇനി 3 മാസം കൂടെ ബാക്കിയുള്ളൂ. ഹല്ലേലൂയ. ഓൾറെഡി ഒക്ടോബറിലാണ്, നവംബറും ഡിസംബറും കൂടെയുള്ളൂ. ഇതാന്ന് പറഞ്ഞതുപോലെ ഓടിപ്പോവും. ഇന്ന് കർത്താവിൻ്റെ മുമ്പിലിരുന്നിട്ട് ചോദിക്കണം, കർത്താവെ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്താണ്? ഞാനത് ചെയ്യാൻ, ഞാനത് നിവൃത്തീകരിക്കാൻ തയ്യാറാ കർത്താവെ. ഹല്ലേലൂയ. എൻ്റെ മേൽ കിടക്കുന്ന വിളി സകല സാഹചര്യങ്ങളെയും തോപ്പിച്ച് എന്നെ പുറത്തിറക്കും. ഉറപ്പാ. എൻ്റെ മേൽ കിടക്കുന്ന കർത്താവിൻ്റെ വിളി സകല പ്രതിസന്ധികളെയും ഒതുക്കി മാറ്റിയിട്ട് എന്നെ പുറത്തിറക്കും. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. വിളിച്ചവൻ വിശ്വസ്തനാ. എൻ്റെ വിളിച്ച കർത്താവിന് നമ്മളെക്കുറിച്ച് ബോധ്യമായിട്ടാണ് നമ്മളെ വിളിച്ചത്. ഇത് മറക്കല്ല്. ഇന്ന് ആ വിളിക്കകത്തേക്ക് ഇറങ്ങണം. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഇത് അന്ത്യനാളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അന്ത്യനാളിൻ്റെ ഉണർവിന് വേണ്ടി ആരെങ്കിലെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കണം, ധൈര്യത്തോടെ എഴുന്നേൽക്കണം. ആ വിളിക്കകത്തേക്ക് പൂർണ്ണമായി കയറണം. കർത്താവ് ധൈര്യം തരും. കർത്താവ് കൂടെ നിൽക്കും, ബലപ്പെടുത്തും. സകല നന്മയാൽ നിറയ്ക്കട്ടെ. ഇന്ന് ധൈര്യത്തോടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.